ആത്മഹത്യ ചെയ്ത DCC ട്രഷറർ NM വിജയന്റെ വീട് കെ സുധാകരൻ KPCC അധ്യക്ഷൻ സന്ദർശിക്കുന്നു. അതിലേക്ക് തത്സമയം. അനൂപ് KR ആണ് വിവരങ്ങൾ നൽകാനുള്ളത്. അനൂപ്, അവിടെ മുൻപ് പ്രതിപക്ഷ നേതാവ് വീട് സന്ദർശിക്കാൻ എത്തിയിരുന്നു. പക്ഷേ കുടുംബത്തിനെതിരെ ആരോപണം ഉന്നയിച്ചത് വിമർശനങ്ങൾക്കിടയാക്കുകയും ചെയ്തിരുന്നു. കെ സുധാകരന്റെ ഈ സന്ദർശനം സ്വാഭാവികമായും രാഷ്ട്രീയമായി ശ്രദ്ധിക്കപ്പെടുന്നതാണ്. കാരണം കെ സുധാകരനെ മുൻപ് NM വിജയൻ അയച്ച കത്തുകൾ പ്രസക്തമായി നിൽക്കുന്ന ഘട്ടത്തിൽ കുറിച്ച് സൂചന നൽകി തന്നെ അദ്ദേഹത്തിന് നൽകിയിരുന്നു എന്നുള്ളതാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. അല്ലെങ്കിൽ പോലീസിൽ ആ കത്തും പോലീസിന്റെ കയ്യിലുണ്ട്. അത് സംബന്ധിച്ചാണ് പോലീസ് വിശദാന്വേഷണത്തിന്റെ ഭാഗമായി കെ സുധാകരനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത്. ആ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ച ഘട്ടത്തിലാണ് കെ സുധാകരന്റെ NM വിജയന്റെ വീട് സന്ദർശനം എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹം ഇപ്പോൾ അടച്ചിട്ട മുറിയിൽ കുടുംബാംഗങ്ങളും കോൺഗ്രസ് നേതാക്കളുമായി NM വിജയന്റെ വീട്ടിൽ സംസാരിക്കുകയാണ്. സ്വാഭാവികമായും നേരത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ വരുന്ന പശ്ചാത്തലത്തിൽ കുടുംബത്തെ അധിക്ഷേപിച്ച് സംസാരിച്ചിരുന്നു കെ സുധാകരൻ. അതേ തുടർന്ന് അദ്ദേഹത്തിന്റെ കുടുംബം വളരെ വൈകാരികമായാണ് അതിനോട് പ്രതികരിച്ചത്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം. ഏതായാലും നേരത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ NM വിജയന്റെ വീട് സന്ദർശിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് കെ സുധാകരന്റെ സന്ദർശനം. രാഷ്ട്രീയകാര്യ സമിതികൾ ഉൾപ്പെടെ ഈ കുടുംബത്തിന്റെ കടബാധ്യതയും വയനാട്ടിലെ DCC വരുത്തി വെച്ചിട്ടുള്ള വലിയ അഴിമതിയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ചർച്ചയായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം എന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. ഏതായാലും ഇപ്പോഴും അടച്ചിട്ട മുറിയിൽ NM വിജയന്റെ വീട്ടിൽ കുടുംബാംഗങ്ങളുമായി കെ സുധാകരൻ ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ കൂടിക്കാഴ്ച നടത്തുകയാണ്. മറ്റൊരു കാര്യം, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് NM വിജയൻ ആത്മഹത്യാ പ്രേരണ കേസുമായി ബന്ധപ്പെട്ട് DCC പ്രസിഡന്റ് ND അപ്പച്ചനും കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥനും അറസ്റ്റിലായ ഒരു ദിവസം കൂടിയാണ് ഇന്ന് എന്നുള്ളതാണ്. ആ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഏതായാലും കോൺഗ്രസ് നേതൃത്വം ആകെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കെ സുധാകരന്റെ NM വിജയന്റെ വീട് സന്ദർശനം. കെ സുധാകരൻ സംഭവത്തിൽ നേരത്തെ അറിവുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തായിരുന്നു. കെ സുധാകരൻ തന്നെയാണ് KPCC പ്രസിഡന്റായിരുന്ന ഘട്ടത്തിൽ അദ്ദേഹം നിരവധി തവണ താൻ ജീവിതത്തിൽ പ്രതിസന്ധി അനുഭവിക്കുന്നു, ആ മരണത്തിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ട് എന്നതെല്ലാം സംബന്ധിച്ച് നിരവധി തവണ വിശദാംശങ്ങൾ വെളിപ്പെടുത്തി കത്തയച്ചത്. അനൂപ് KR വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. കെ സുധാകരൻ ഒടുവിൽ NM വിജയന്റെ വീട്ടിലെത്തിയിരിക്കുന്നു. ഈ കാലം അത്രയും ഉണ്ടായിരുന്ന വിമർശനങ്ങൾക്ക് അറുതിയാക്കുക എന്നൊരു വിചാരം കെ സുധാകരൻ ഉണ്ടായിരിക്കാം. ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു NM വിജയൻ. 2 വർഷങ്ങൾക്ക് മുൻപ് കെ സുധാകരൻ അയച്ച കത്തിൽ ഈ കത്ത് താങ്കളുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് താൻ ജീവനോടെ ഉണ്ടായിരിക്കില്ല എന്ന് പരാമർശിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്തേക്കുമെന്നുള്ളൊരു സൂചന നൽകിക്കൊണ്ടൊരു കത്ത് നൽകിയിരുന്നു. ആ കത്തിന്റെ വിവരങ്ങൾ ഇന്നലെയാണ് പുറത്തു വരുന്നത്. ആദ്യഘട്ടത്തിലൊന്നും കോൺഗ്രസ് ഇതിലൊരു ഉത്തരവാദിത്വം പറയാനോ അതിന് മറുപടി നൽകാനോ പ്രാപ്തമായിരുന്നില്ലെങ്കിൽ ആ വിധത്തിൽ കൈകാര്യം ചെയ്തിരുന്നില്ല കോൺഗ്രസ്. അത്ര കണ്ട് പ്രതിരോധത്തിലായിട്ടുണ്ട് കോൺഗ്രസ് ഈ സമയത്ത്. പ്രത്യേകിച്ചും IC ബാലകൃഷ്ണനെ നാളെ മുതൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്ന പോലീസ് ND അപ്പച്ചനെയും KK ഗോപിനാഥനെയും ഇന്ന് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരിക്കുന്നു. ഈ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ സംഭവ ഒക്കെ ഉണ്ടാകുന്നത്. കെ സുധാകരൻ NM വിജയന്റെ വീട് സന്ദർശിക്കുന്നു. മുൻപ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വീട് സന്ദർശിച്ചിരുന്നു. ആ സമയം അതിനുശേഷം കുടുംബത്തിനെ വിമർശിക്കുന്ന സംഗതികൾ കുടുംബത്തിനെതിരെ പരാമർശങ്ങൾ നടത്തിയത് വിമർശനത്തിന് ഇടവച്ചിരുന്നു. കെ സുധാകരൻ NM വിജയന്റെ വീട് സന്ദർശിക്കുകയാണ്. കെ സുധാകരൻ NM വിജയന്റെ വീട് സന്ദർശിക്കുകയാണ്. അല്പസമയം മുൻപാണ് കെ സുധാകരൻ അവിടെ എത്തിയത്. ഇന്ന് രാവിലെയാണ് ND അപ്പച്ചനെയും KK ഗോപിനാഥനെയും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം വിട്ടയക്കുന്നു. 3 ദിവസം നീണ്ട ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് ഈ സംഭവവികാസങ്ങൾ ഒക്കെ ഉണ്ടാകുന്നത്. അനൂപ് തുടരുന്നുണ്ട്. അനൂപ്, ഈ കൂടിക്കാഴ്ച ഇപ്പോൾ പുരോഗമിക്കുകയാണോ? എന്താണ് അവിടെ നിന്ന് ഏറ്റവും പുതിയ വിവരം? ഇപ്പോഴും കെ സുധാകരൻ അദ്ദേഹത്തിന്റെ NM വിജയന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുമായും അതോടൊപ്പം പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുമായും സംസാരിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് KPCC NM വിജയന്റെ കടബാധ്യതകൾ ഏറ്റെടുക്കാം എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. പ്രതിപക്ഷ നേതാവ് ഇവിടെ എത്തിയപ്പോൾ ഉൾപ്പെടെ അക്കാര്യം പറഞ്ഞിരുന്നു. KPCC പ്രസിഡന്റ് അക്കാര്യം കൂടുതൽ വ്യക്തമാക്കുമെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം കെ സുധാകരൻ തന്നെ ഇതിന്റെ ഈ പണമിടപാടുകൾ സംബന്ധിച്ച് വിശദ പരിശോധന നടത്തിയാണ് ഈ ബാധ്യതകൾ ഏറ്റെടുക്കാം
എന്ന് PCC തീരുമാനിക്കുക എന്ന് പറഞ്ഞിരുന്നു. അതേതായാലും ഇന്ന് അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ, ഈ സന്ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ, കുടുംബാംഗങ്ങളെ കണ്ട് പുറത്തിറങ്ങുമ്പോൾ സ്വാഭാവികമായും ആ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറയേണ്ടി വരും. കാരണം ഇത് ഈ എൻ വിജയന്റെ കടബാധ്യത മുഴുവനും ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടി നിയമന പണമിടപാട് നടത്തിയതിനെ തുടർന്നാണ്. ഒരു അനധികൃതമായോ അല്ലെങ്കിൽ സാമ്പത്തിക ക്രമക്കേടോ അഴിമതിയോ കോഴ ഇടപാടോ ആണ് അതെല്ലാം. അതിൽ KPCC ആ തുക ഏറ്റെടുക്കുക, ബാധ്യത ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ അത്തരത്തിൽ ഈ നടന്നിട്ടുള്ള വലിയ അഴിമതിക്ക് സ്ഥിരീകരണം കൂടിയാവും. അതുകൊണ്ട് തന്നെ വളരെ രഹസ്യാത്മകമായി ഇക്കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാക്കാം എന്നതാണ് കെ സുധാകരന്റെ സന്ദർശനത്തിന്റെ ലക്ഷ്യം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ കെ സുധാകരൻ ഈ കാര്യം സംബന്ധിച്ചൊരു വ്യക്തത ഇന്ന് കുടുംബാംഗങ്ങൾക്ക് നൽകും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ആ വിധത്തിലുള്ള ചില ചർച്ചകളാണ്, ചില കൂടിക്കാഴ്ചകളും അതുമായി ബന്ധപ്പെട്ടുള്ള ചില ചർച്ചയുമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളും മറ്റുമായി ഇവിടെ ഈ കെ സുധാകരൻ നടത്തുന്നത്. അല്പസമയം മുൻപാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയത്. അദ്ദേഹത്തോടൊപ്പം ഇപ്പൊ ജില്ലയിലെ ചില കോൺഗ്രസ് നേതാക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പ്രധാന നേതാക്കളൊന്നും തന്നെ അദ്ദേഹത്തോടൊപ്പം ഇല്ല എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്നാൽ ഈ ആത്മഹത്യാക്കുറിപ്പിൽ എൻ വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ അനൂപ്, ഇതിനു മുൻപ് കെ സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ച സമയത്ത് ഈ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞത് അന്തവും കുന്തവും ഇല്ലാത്ത കുടുംബം എന്നായിരുന്നു. ഒപ്പം പ്രതിപക്ഷ നേതാവിന്റെയും വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. NM വിജയൻ DCC ട്രഷറർ NM വിജയൻ അയച്ച കത്ത് താൻ വായിച്ചിട്ടില്ല, രണ്ടാമത്തെ കത്തിനെ കുറിച്ച് തനിക്ക് അറിയില്ല എന്നൊക്കെ ആദ്യം കെ സുധാകരൻ പറഞ്ഞു. പക്ഷേ ഇന്നലെ മാധ്യമങ്ങളെ കണ്ട സമയത്ത് ആ കത്തിനെ കുറിച്ച് അറിയാമായിരുന്നു, ആ കത്ത് വായിച്ചിട്ടുണ്ട്, വയനാട് ജില്ലാ നേതൃത്വത്തിന് നിർദ്ദേശം കൊടുത്തു തുടർ നടപടികൾ കൊടുക്കാൻ എന്നതൊക്കെ മാറ്റി പറഞ്ഞിട്ടുണ്ട് ഇന്നലെ സുധാകരൻ. അതായത് അത്ര കണ്ട് പ്രതിരോധത്തിലാണ് സുധാകരൻ ഈ സമയം. പ്രത്യേകിച്ചും ഇന്ന് ഈ രണ്ടുപേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തുന്നു, IC ബാലകൃഷ്ണൻ MLA നാളെ ചോദ്യം ചെയ്യുന്നു എന്നതൊന്നും നിസ്സാരമായ കാര്യമല്ല. തുടക്കം മുതൽ തന്നെ കോൺഗ്രസിനെ പ്രത്യക്ഷത്തിൽ പ്രതിരോധത്തിലാക്കുന്ന സംഭവങ്ങളാണ് NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടേയിരുന്നത്. ഏറ്റവും ഒടുവിൽ അത് കത്തിലെ പരാമർശങ്ങളായി മാത്രമല്ല തുടർച്ചയായി ഉണ്ടായിട്ടുള്ള ഈ വെളിപ്പെടുത്തലുകൾ, നേതാക്കൾ പണം വാങ്ങിയതും അത് തിരിച്ചു നൽകാത്തതുമായി ബന്ധപ്പെട്ടുള്ള വലിയ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ തുടർച്ചയായി പുറത്തു വന്നത് കോൺഗ്രസിനെ പ്രതിരോധത്തിലയക്കുന്നു. അതിലെല്ലാം പ്രതിസ്ഥാനത്ത് നിന്നിരുന്നത് MLA IC ബാലകൃഷ്ണനും ND അപ്പച്ചൻ DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളായിരുന്നു. അത് കോൺഗ്രസിനെ പ്രത്യക്ഷത്തിൽ പ്രതിരോധത്തിലാക്കുകയും നേതൃമാറ്റത്തിലേക്ക് അല്ലെങ്കിൽ വയനാട് DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ND അപ്പച്ചനെ മാറ്റുന്നത് ഉൾപ്പെടെയുള്ള ഒരു തീരുമാനങ്ങളിലേക്ക് എത്തിക്കേണ്ട സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അത് പെട്ടെന്ന് തന്നെ അത്തരമൊരു തീരുമാനമെടുക്കുന്നത് രാഷ്ട്രീയ തിരിച്ചടിയാവും എന്നൊരു വിലയിരുത്തൽ അത് മാറ്റിവെക്കുകയായിരുന്നു. ഏതായാലും കെ സുധാകരൻ തന്നെ ആ ഘട്ടത്തിൽ കുടുംബത്തെ അധിക്ഷേപിച്ച് സംസാരിച്ചിരുന്നു. അതോടൊപ്പം പ്രതിപക്ഷ നേതാവും കുടുംബം ഭീഷണിപ്പെടുത്തുകയുമെല്ലാം പരാമർശിക്കുകയും ആ പ്രശ്നത്തെ ഒരു നിസ്സാര സംഭവമായി തള്ളിക്കളയാനും ശ്രമിച്ചു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വലിയ ശക്തമായ വിവാദങ്ങൾ എന്നാൽ അതിന് മറുപടി പറയേണ്ട സ്ഥിതിയിലേക്ക് അവരെ എത്തിച്ചു. തുടർന്നാണ് നിലപാട് ഇവർ മയപ്പെടുത്തിയതും വീട് സന്ദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നതും. ഏതാണ്ട് 2 ആഴ്ച 3 ആഴ്ചയ്ക്ക് ശേഷമാണ് ഈ കോൺഗ്രസ് നേതാക്കളെല്ലാം. അതുതന്നെയാണ് അനൂപ്, ഈ കാര്യത്തിൽ രണ്ടുപേരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തുന്നു. IC ബാലകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ നാളെ മുതൽ തുടങ്ങുന്നു. കേസിന്റെ പുരോഗതി ഏത് ഘട്ടത്തിലെന്ന് മനസ്സിലാക്കാം. ഇന്ന് രാവിലെയാണ് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുന്നതും വിട്ടയക്കുന്നതും ഒക്കെ വൈകുന്നേരം സംഭവിക്കുന്നു. അതിൽ കൂട്ടിച്ചേർക്കാവുന്ന കാര്യങ്ങൾ കൂടി. NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷത്തിൽ ഈ കത്തിൽ പരാമർശമുള്ളവരെയാണ് നേരത്തെ ചോദ്യം ചെയ്തത് പോലീസ്. അതൊരു കോടതിയുടെ കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ മുൻകൂർ ജാമ്യം ഈ കേസിൽ ഇവർക്ക് ലഭിച്ചിരുന്നു. KK ഗോപിനാഥൻ, ND അപ്പച്ചൻ, അതോടൊപ്പം DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, അതോടൊപ്പം MLA IC ബാലകൃഷ്ണനും. IC ബാലകൃഷ്ണന് ഒരു ഇളവ് നൽകിയിരുന്നു. നിയമസഭാ സമ്മേളനം നടക്കുന്നതുകൊണ്ട് ഈ ഒരാഴ്ചക്കിടെ തുടർച്ചയായ 3 ദിവസങ്ങളിലെന്നത് നാളെ അത് ആരംഭിക്കുകയാണ്. പോലീസ് കസ്റ്റഡിയിലെടുത്തു തന്നെ IC ബാലകൃഷ്ണൻ MLA ചോദ്യം ചെയ്യലിന് വിധേയമാക്കും. അതോടൊപ്പം ഈ രണ്ടുപേരുടെ, അതായത് DCC പ്രസിഡന്റിന്റെയും അതോടൊപ്പം KK ഗോപിനാഥന്റെയും ഈ കസ്റ്റഡി ഇന്ന് തീരുകയാണ് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവരെ DCC ഓഫീസിലും മറ്റ് സ്ഥാപനങ്ങളിലും വീടുകളിലും എല്ലാം പരിശോധനയ്ക്ക് എത്തിച്ച് സമ്പൂർണമായ വിവരങ്ങൾ ശേഖരിച്ചതിനു ശേഷമാണ് ഈ 3 ദിവസത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയാവുന്നത് എന്നുള്ളതാണ്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. മുൻകൂർ ജാമ്യം നിലനിൽക്കുന്നതിനാൽ ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുകയായിരുന്നു. എന്നാൽ തുടർന്നുള്ള അന്വേഷണത്തിന്റെ ഘട്ടങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ ഇവരെ ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുമെന്ന് അന്വേഷണ സംഘം പറഞ്ഞിട്ടുണ്ട്. ബത്തേരി DYSP KK അബ്ദുൽ ഷരീഫിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ക്രൈംബ്രാഞ്ച് സംഘത്തോടൊപ്പം ചേർന്ന് ഈ കേസ് അന്വേഷിക്കുന്നത്. ഏതായാലും നാളെ IC ബാലകൃഷ്ണന്റെ ചോദ്യം ചെയ്യലും ആരംഭിക്കും. ശനിയാഴ്ച വരെ തുടർച്ചയായി രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ചോദ്യങ്ങൾ ഏറ്റുവാങ്ങി അല്ലെങ്കിൽ ചോദ്യങ്ങൾ നേരിടേണ്ട സാഹചര്യമാണ് IC ബാലകൃഷ്ണനും ഉള്ളത്.
ശരി. എൻ.എം. വിജയൻ ആത്മഹത്യ ചെയ്തതിന് ശേഷവും യാതൊരു വിധത്തിലും പ്രതികരണത്തിന് തയ്യാറാകാതിരുന്ന കോൺഗ്രസിന്റെ KPCC അധ്യക്ഷൻ കെ സുധാകരൻ എൻ.എം. വിജയന്റെ വീട് സന്ദർശിക്കുന്നു. അടച്ചിട്ട മുറിയിൽ കുടുംബാംഗങ്ങളുമായി ചർച്ച നടത്തുകയാണ്. കൂടിക്കാഴ്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഘട്ടത്തിൽ കൈരളി ന്യൂസാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ആദ്യഘട്ടം മുതൽ സജീവമായി നിലനിർത്തിക്കൊണ്ടിരുന്നത്. ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവിടുന്നത് നമ്മുടെ പ്രതിനിധി അനൂപ് KR ആണ്. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾക്കൊക്കെ കാരണമാകുന്നത്. അതിൽ കൃത്യമായൊരു മറുപടി നൽകേണ്ട ബാധ്യതയിലേക്ക്, ഉത്തരവാദിത്തത്തിലേക്ക് അത് പുറത്തു കൊണ്ടുവരുന്ന നിലയ്ക്ക് കോൺഗ്രസ് മാറുന്നതും ആ ഘട്ടത്തിലാണ്. അനൂപ് KR വിശദമായ വിവരങ്ങൾ നൽകിയത് വയനാട് നിന്ന്.